ഇത്തിരി നേരം ഒത്തിരി കാര്യം, 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 ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന ചെറിയ പരിപാടിയുടെ 3-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. സിനിമ എന്റെ ജീവിതത്തിലെ കൗതുക കാഴ്ചയായും ആവേശമായും പിന്നെ ഒരു പാഷനായും ഒടുവിൽ സിനിമയിൽ പ്രവർത്തിക്കാനായതുമെല്ലാം അതിനോടുള്ള പ്രതിബദ്ധതയാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. 1970-കൾക്ക് ശേഷമാണ് സിനിമ കാണാതിരിക്കാൻ പറ്റാത്ത വിധമുള്ള ആഗ്രഹമായി അത് മാറുന്നത്. അന്ന് സിനിമ പ്രദർശിപ്പിക്കുന്ന ഇടങ്ങളെ സിനിമ കൊട്ടക എന്നാണ് വിളിച്ചിരുന്നത്. വളരെ അപൂർവമായി വർണ്ണചിത്രങ്ങൾ വരാറുള്ള സിനിമ കൊട്ടകയിൽ എപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കാറ്. ഈസ്റ്റ്മാൻ കളറിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ചെമ്മീൻ, കള്ളിച്ചെല്ലമ്മ, നദി, കുമാരസംഭവം, ത്രിവേണി എന്നീ ചലച്ചിത്രങ്ങൾ മാത്രമേ അവിടെ കണ്ടതായി ഞാൻ ഓർമ്മിക്കുന്നുള്ളൂ. കടുത്ത വർണ്ണമുള്ള ഈ ചിത്രങ്ങളെക്കാൾ നയനസുഖം തരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ തന്നെയായിരുന്നു എനിക്ക് ഏറെ ഇഷ്ടം. സിനിമ കൊട്ടക വിശേഷങ്ങളാവട്ടെ ഈ കൂടിക്കാഴ്ചയിൽ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. മാതാപിതാക്കൾക്ക് സർക്കാർ ജോലിയായിരുന്നതിനാൽ കേരളത്തിന്റെ വടക്കൻ ജില്ലകളിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയതിനാൽ എറണാകുളത്തിന്റെയും തൃശൂരിന്റെയും അതിർത്തി പങ്കിടുന്ന ഒരു ഗ്രാമത്തിലെ തറവാട്ട് വീട്ടിലായിരുന്നു എന്റെ തുടർ വിദ്യാഭ്യാസം. പിന്നെ 10ാം ക്ലാസ് വരെ അവിടെ തുടരുകയും ചെയ്തു. തറവാട്ട് വീട്ടിൽ നിന്നും 50 മീറ്റർ മാറി ഒരു സിനിമ കൊട്ടകയുണ്ടായിരുന്നു. മധുരിക്കുന്ന ഓർമ്മകളായിരുന്നു സിനിമ കൊട്ടകയെക്കുറിച്ച്. തറ ടിക്കറ്റ്, ബെഞ്ച് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്സിൽ ചാരുകസേര, ഫസ്റ്റ് ക്ലാസ്സിൽ ചൂരൽ കസേര, ഓല മേഞ്ഞിട്ടുള്ള ടാക്കീസ്. 14 റീലുകളുള്ള ഒരു സിനിമ 4 ഭാഗങ്ങളായിട്ടാണ് പ്രദർശിപ്പിക്കുക. ഒരു പ്രൊജക്ടറുള്ള ഈ ഡി ക്ലാസ് ടോക്കീസിലെ പ്രൊജക്ഷനിസ്റ്റിനോട് എന്നും അസൂയയോടുള്ള ആദരവായിരുന്നു. അന്ന് ഒരു പ്രൊജക്ഷനിസ്റ്റ് ആകാനായിരുന്നു ഭാവി ആഗ്രഹം. എന്നും ഇഴചേർന്ന പ്രദർശനത്തിനു വേണ്ടി കാർബൺ കത്തിച്ചോടിക്കുന്ന പ്രൊജക്ടറായിരുന്നു അവിടെ. ഫിലിം ഓപ്പറേറ്ററെ കൂടാതെ ഫിലിം റീലുകൾ ചുറ്റാൻ ഒരു സഹായിയും ചേർന്നതായിരുന്നു ഓല ടാക്കീസിന് പിന്നിലുള്ള ക്യാബിൻ റൂം. സിനിമ തുടങ്ങുന്നതിന് മുമ്പ്, ഏകദേശം അരമണിക്കൂറിന് മുമ്പ്, കോളാമ്പി സ്പീക്കറിലൂടെ പാട്ട് തുടങ്ങും. ആദ്യ ഗാനം എന്നും ഇതായിരുന്നു: പാവനനാം ആട്ടിടയ പാത കാട്ടുക നാഥ, പാവങ്ങൾ ഞങ്ങളാശ്വസിക്കട്ടെ ദേവനിൻ തിരുസന്നിധിയിൽ. ദിവസവും 2 പ്രദർശനങ്ങൾ ഉണ്ടാവും. ശനി, ഞായർ ദിവസങ്ങളിൽ 3 മണിക്ക് മാറ്റിനി ഷോയും ഉണ്ടായിരിക്കുന്നതാണ്. കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ പുതിയ ചലച്ചിത്രങ്ങളുടെ പ്രദർശനങ്ങളെല്ലാം കഴിഞ്ഞ് ആ ചിത്രം ഇവിടെ എത്തുമ്പോഴേക്കും മാസങ്ങൾ കഴിയാറുണ്ട്. സിനിമ തുടങ്ങുന്നതിന് മുമ്പുള്ള ഫിലിം ഡിവിഷന്റെ ഇന്ത്യൻ ന്യൂസ് റിവ്യൂ അന്ന് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഐറ്റമായിരുന്നു. ഇടവേളയിൽ സ്ലൈഡ് ഷോ പരസ്യങ്ങളും ഈ ഓല ടാക്കീസിൽ കാണിക്കാറുണ്ട്. ഈ ഓല ടാക്കീസിലെ സെക്കൻഡ് ഷോ പ്രദർശനം വീട്ടിലിരുന്ന് ശ്രദ്ധിച്ചാൽ കേൾക്കാൻ പറ്റുന്നതായിരുന്നു. പാട്ടുകൾ വരുമ്പോൾ ഓപ്പറേറ്റർ അല്പം ശബ്ദം കൂട്ടിവെക്കും. ആയതിനാൽ പാട്ടുകൾ വളരെ വ്യക്തമായി വീട്ടിലിരുന്നാലും കേൾക്കാൻ കഴിയുമായിരുന്നു. ഇടവേളയിൽ കപ്പലണ്ടി വിൽപ്പനക്കാരൻ കപ്പലണ്ടി പൊതികളോടൊപ്പം സിനിമയുടെ പാട്ടുപുസ്തകം 25 പൈസ നിരക്കിൽ വിൽക്കുമായിരുന്നു. പാട്ടുപുസ്തകത്തിൽ ആ ചിത്രത്തിലെ എല്ലാ പാട്ടുകളോടുമൊപ്പം കഥാസംഗ്രഹവും സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന എല്ലാവരുടെയും പേര് വിവരങ്ങളും ഉണ്ടായിരിക്കും. പാട്ടുപുസ്തകങ്ങളുടെ ഒരു ശേഖരം തന്നെ എന്റെ കൈവശമുണ്ടായിരുന്നു.
ഇങ്ങനെ കണ്ടിട്ടുള്ള സിനിമകൾക്ക് ഒരു കയ്യും കണക്കുമില്ല. സത്യൻ, നസീർ, വിൻസെന്റ്, സുധീർ, രാഘവൻ, അടൂർ ഭാസി, ബഹദൂർ, ഷീല, ശാരദ, ജയഭാരതി, ശ്രീവിദ്യ, വിധുബാല തുടങ്ങിയവരെ മനസ്സിലേറ്റി നടക്കുന്ന കാലത്ത് പഠനത്തിൽ പിന്നോക്കം തന്നെയായിരുന്നു. സിനിമാ കുട്ടക വിശേഷങ്ങൾ ഇനിയും തുടരും. ബാക്കി അടുത്ത എപ്പിസോഡിൽ.